ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. രാവിലെ എണീറ്റ് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. കറിയൊന്നും ഇല്ലാതെ തന്നെ സെർവ് ചെയ്യാനും പറ്റും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ വെള്ളം ചേർക്കുന്നത് ഇതുപോലെ പൊടി നമ്മൾ ആദ്യം ചേർക്കുകയാണെങ്കിൽ മിക്സിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. കണ്ട് ഈ ഒരു പാകത്തിനാണ് കേട്ടോ മാവ് വേണ്ടത് നമുക്ക്. ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് പാനിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കുന്ന ഒരു പാകത്തിലാണ് കേട്ടോ. ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട മിക്സിയിലിട്ട് അടിച്ചാൽ മതിയോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം കോഴിമുട്ട. അപ്പോൾ ഈ 2 കോഴിമുട്ട കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. പിന്നെ ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യം എണ്ണയൊന്നും പുരട്ടുന്നില്ല കേട്ടോ. ഇതിലേക്ക് 2 തവി ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണ്. ഇരുമ്പ് ചട്ടിയാണെങ്കിൽ ആദ്യം കുറച്ച് എണ്ണ പുരട്ടിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ മാവ് ഇതുപോലെ പരത്തി കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് ഇത് തുറന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണ ഇല്ലാതെ നിങ്ങൾക്ക് തികച്ചും ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. എണ്ണയിലൊക്കെ മൊരിപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കറിയൊന്നും ഇല്ലാതെ കഴിക്കുന്നതല്ലേ. അപ്പം മൊരിപ്പിച്ച് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, വൈകുന്നേരം ചായക്കടി ആയിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മറ്റു ഭാഗം കൂടെ നല്ല പോലെ ഒന്ന് മൊരിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കോഴിമുട്ട നമ്മൾ അങ്ങനെ ചേർത്തുകൊണ്ട് തന്നെ നല്ല പോലെ മൊരിഞ്ഞ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് മുമ്പ് ആരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് താഴെ ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ. പേഴ്സണലി എനിക്ക് നല്ല പോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്